എന്ത് വിചാരിച്ചു ഞാൻ വീട്ടിലുണ്ടെന്ന് മറ്റേ കുത്തിക്കഴക്കിയിട്ട് ഉണ്ടാക്കണ ക്രീം എന്ന് വിചാരിച്ച പൊന്നാര മോനെ? പിന്നല്ലേ ഇങ്ങനത്തെ ഓരോ കുത്തിക്കഴപ്പന്മാരെ ഇറങ്ങിയിട്ടുണ്ട് കുറച്ചെണ്ണം. അതിന് വേണ്ടിയിട്ട് മറുപടി തന്നതാണ്. നീ എല്ലാവരുടെയും പോയിട്ട് ഒന്ന് പിടിക്കണം മോനെ. അതുകൊണ്ട് താനൊന്നും ഇതിലൊന്നും ഒരു ഉണ്ട ഉണ്ടാക്കാൻ പോവണ്ട. ഒരു ഉണ്ട ഉണ്ടാക്കിയാലും നടക്കില്ല. കാരണം ഇത് പിടിപാട് വേറെയാണ്. താന് ഉദ്ദേശിക്കുന്ന പിടിപാടേ അല്ല. പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. മഹാനടൻ മമ്മൂട്ടിയെ കോടതി കയറ്റിയ മാനന്തവാടിക്കാരനെ കുറിച്ച് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ? 2015 മറ്റോ ആണ് ആ സംഭവം. നിങ്ങൾ ഇന്ദുലേഖയുടെ സോപ്പ് വാങ്ങി ഉപയോഗിച്ചാൽ വെളുക്കുമെന്നും സൗന്ദര്യം വർദ്ധിക്കുമെന്നുമൊക്കെയുള്ള മമ്മൂട്ടിയുടെ പരസ്യം കണ്ട് അതിൽ ആകൃഷ്ടനായി വയനാട് ജില്ലയിലെ മാനന്തവാടി താലൂക്കിൽ കൂപ്പിൽ ഹൗസിൽ കെ ചാത്തു എന്ന് പറയുന്നയാൾ ആ സോപ്പ് വാങ്ങി ഉപയോഗിച്ചു. എന്നാൽ കുറച്ചു ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ സൗന്ദര്യം വർദ്ധിച്ചില്ല എന്ന് മാത്രമല്ല, തനിക്കുണ്ടായിരുന്ന സൗന്ദര്യം കൂടി നഷ്ടപ്പെട്ടു എന്ന് മനസ്സിലാക്കിയ കെ ചാത്തു നേരെ കൺസ്യൂമർ കോടതിയെ സമീപിച്ചു. മമ്മൂട്ടി ബ്രാൻഡ് അംബാസിഡറായ ഇന്ദുലേഖയുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങി ഉപയോഗിച്ച തനിക്ക് വലിയ നഷ്ടങ്ങൾ ഉണ്ടായെന്നും പരസ്യത്തിൽ മമ്മൂട്ടി അവകാശപ്പെട്ടതുപോലെയുള്ള സൗന്ദര്യമൊന്നും വർദ്ധിച്ചില്ലെന്നും അതിലൂടെ തനിക്കുണ്ടായ നഷ്ടങ്ങൾക്കും ബുദ്ധിമുട്ടുകൾക്കും പകരമായി 50,000 രൂപ നഷ്ടപരിഹാരം കിട്ടണമെന്നൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ടാണ് കെ ചാത്തു കോടതിയെ സമീപിച്ചത്. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഈ പ്രശ്നത്തിൽ മമ്മൂട്ടിക്കും ഇന്ദുലേഖയ്ക്കും നോട്ടീസ് അയച്ച കോടതി പരാതിക്കാരന് ന്യായമായ നഷ്ടപരിഹാരം നൽകാൻ ഉത്തരവിടുകയും ചെയ്തു. ഞാൻ ഈ സംഭവം നിങ്ങളുമായി പങ്കുവച്ചത് ഷാജിദ ഷാജിയെ കുറിച്ച് ചില കാര്യങ്ങൾ നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ്. ഷാജിദ ഷാജി വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്ന ബ്യൂട്ടി ക്രീമിനെ കുറിച്ചിട്ട് 1-2 വീഡിയോസ് എനിക്ക് ചിലർ അയച്ചു തരികയും ഇതിനെക്കുറിച്ച് എന്തെങ്കിലും കമന്റുകൾ പറയാനുണ്ടോ എന്ന് എന്നോട് ചോദിക്കുകയും ചെയ്തു. ദുരൂഹ സാഹചര്യത്തിൽ ഭർത്താവ് ആത്മഹത്യ ചെയ്യുകയും 4-5 മക്കളുമായി ജീവിക്കാൻ പെടാപ്പാട് പെടുന്ന ഒരു വീട്ടമ്മയെ കുറിച്ച് ഞാൻ എന്ത് പറയാനാണ്, എന്ത് സംസാരിക്കാനാണ് എന്ന രീതിയിൽ ഞാൻ അത് ഒഴിവാക്കിയതാണ്. പിന്നീടാണ് പലരും പലതരത്തിലുള്ള വീഡിയോകൾ ചെയ്യുന്നത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അങ്ങനെയാണ് ഷാജിദ ഷാജിയുടെ ചില വീഡിയോസുകൾ കാണാൻ ഞാൻ നിർബന്ധിതനായത്. അത്തരത്തിൽ അവർ പങ്കുവച്ച ഒരു വീഡിയോ കണ്ടപ്പോൾ, ആ വീഡിയോയിൽ അവരുടെ സമീപനം കണ്ടപ്പോൾ, അതിൽ ചിലർ വന്ന് ചോദിച്ച കമന്റുകൾക്ക് അവർ മറുപടി കൊടുത്ത അവരുടെ ശൈലി കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ദേഷ്യം വന്നു. അതുകൊണ്ട് തന്നെ ഈ വിഷയം ചിലരുടെയെങ്കിലും ശ്രദ്ധയിൽപ്പെടുത്താമെന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ വിഷയം റിയാക്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്. ആദ്യം നമുക്ക് എന്നെ പ്രകോപിപ്പിച്ച, സാമാന്യ ബോധമുള്ള ആരെയും പ്രകോപിപ്പിക്കുന്ന ഷാജിദ ഷാജിയുടെ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ജിയാസൊക്കെ ഉറങ്ങി മോനെ, അവനക്ക് പനിയാണ് മോനെ, അവനക്ക് വയ്യ, പനിയാണ് അവനക്ക്. ഓന് മരുന്ന് കഴിച്ചിട്ട് കിടന്ന്. ഇങ്ങനെ തേച്ചാ കിഡ്നി അടിച്ചു പോകണ്ടാത്താണോ? കിഡ്നി അടിച്ചു പോട്ടെ മോനെ, അല്ലെങ്കിൽ അടിച്ചു പോകാൻ ഇനി ഒന്നുമില്ല. കിഡ്നി കൂടി അടിച്ചു പോകണം, അതും കൂടി അടിച്ചു പോട്ടെ. നല്ല ഇല്ലേ, ആക്കെ അടിച്ചു പോട്ടെ. അടിച്ചു പോകാനാണ് നമ്മൾ മണ്ണിന്റെ അടിയിൽ പോകേണ്ട ആൾക്കാരാണ്. എപ്പോ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും അടിച്ചു പോകും. അടിച്ചു പൂസായി പോട്ടെ, മരിക്കാൻ ഒരു പേടിയില്ല. അതുകൊണ്ട് ധൈര്യത്തിൽ ഇട്ടോളി, മരിക്കാൻ പേടിയില്ലാത്തവർക്ക് ധൈര്യത്തിൽ ഇട്ടോളി. കണ്ടില്ലേ, ഷാജിദ ഷാജി എന്ന തന്റെ സ്വന്തം പേരിൽ ഇറങ്ങുന്ന ബ്യൂട്ടി ക്രീമിനെ കുറിച്ച് ഒരാൾ താഴെ ഒരു കമന്റ് ഇട്ടപ്പോൾ അതിന് അവർ കൊടുത്ത മറുപടിയാണ് നമ്മൾ ആ വീഡിയോയിൽ കണ്ടത്. കിഡ്നി അടിച്ചു പോകുന്നെങ്കിൽ അടിച്ചു പോയിക്കോട്ടെ, താല്പര്യമുള്ളവർ മാത്രം വാങ്ങി ഉപയോഗിച്ചാൽ മതി. ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ എല്ലാവരും മരിക്കേണ്ടവരാണ്. അതുകൊണ്ട് തന്നെ മരിക്കാൻ ഭയമില്ലാത്തവർക്ക് ധൈര്യമായി ഈ ക്രീം വാങ്ങി ഉപയോഗിക്കാമെന്നാണ് ഷാജിദ ഷാജി പറയുന്നത്. നമ്മൾ സിഗരറ്റ് വാങ്ങി വലിച്ചാൽ അല്ലെങ്കിൽ മദ്യം വാങ്ങി കുടിച്ചാൽ അതിലൊക്കെ പ്രത്യേകം എഴുതി വെക്കാറുണ്ട്, നിങ്ങൾ ഇത് കുടിച്ചാൽ, നിങ്ങൾ ഇത് വലിച്ചാൽ നിങ്ങൾക്ക് ക്യാൻസർ വരും, നിങ്ങൾക്ക് മരണം സംഭവിക്കാം എന്ന ഒരു മുന്നറിയിപ്പ് അവരതിലൊക്കെ പ്രത്യേകം ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഷാജിദ ഷാജിയും തന്റെ ബ്യൂട്ടി ക്രീമിൽ അത്തരത്തിലൊരു മുന്നറിയിപ്പ് കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഇത് വാങ്ങി ഉപയോഗിച്ചാൽ കിഡ്നി അടിച്ചുപോയി തട്ടിപ്പോകാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് മരണത്തെ പേടിയില്ലാത്തവർക്ക് തന്റെ ക്രീം വാങ്ങി ഉപയോഗിക്കാമെന്ന് അതിലൊന്ന് ടൈപ്പ് ചെയ്ത് വെച്ചാൽ വലിയ ഉപകാരമായിരിക്കും. ആ രീതിയിലാണ് നിങ്ങൾ സംസാരിച്ചത്. ഇങ്ങനെയാണോ ഒരു വിൽപ്പനക്കാരി അല്ലെങ്കിൽ ഒരു ബിസിനസ് ചെയ്യുന്ന ആള് അവരുടെ പ്രോഡക്റ്റിനെ കുറിച്ച് ആരെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുമ്പോൾ അതിന് മറുപടി കൊടുക്കേണ്ടത് ഇങ്ങനെയാണോ? ഈ രീതിയിലാണോ നിങ്ങൾ ബിസിനസ് ചെയ്യുന്നത്? ഈ രീതിയിലാണോ നിങ്ങൾ കസ്റ്റമറെ പരിഗണിക്കുന്നത്? അതുകൊണ്ട് തന്നെ ഈ വീഡിയോ കണ്ടപ്പോൾ ഞാൻ ഈ ഷാജിദ ഷാജിയെ ഫോണിൽ വിളിച്ചു. പക്ഷെ അവരെന്റെ കോൾ എടുത്തില്ല. അതുകൊണ്ട് ഞാൻ അവർക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്തു. ആ മെസ്സേജിന് അവർ എനിക്ക് തന്ന മറുപടി കൂടി നിങ്ങൾ കേൾക്കേണ്ടതാണ്. അതുകൂടി കേട്ട് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഷാജിദ ഷാജിയുടെ നിലവാരം എന്താണെന്നും അവരിതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്നും അവർക്ക് ഈ വക കാര്യങ്ങളെ കുറിച്ചൊരു ധാരണയുമില്ലെന്നും അവരുടെ അറിവില്ലായ്മയെ, വിവരമില്ലായ്മയെ ആരൊക്കെ ചൂഷണം ചെയ്യുകയാണെന്നും നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ സത്യസന്ധമായി തന്നെ ബോധ്യപ്പെടും. നമുക്ക് ആ വോയിസ് ഒന്ന് കേട്ടു നോക്കാം. ഹലോ, എക്സ്ക്യൂസ് മീ,
ഇത് ഷാജി ഉണ്ടാക്കുന്ന ക്രീമല്ല, ഇത് ദുബായ് മിക്സിംഗ് ക്രീമാണ്. ഇതിന്റെ പാർട്ട്നേഴ്സ് പറഞ്ഞത് കാസർഗോഡ് ജില്ലയിലത്തെ ആൾക്കാരാണ്. കാസർഗോഡ് ജില്ലയിൽ പോയാൽ മനസ്സിലാക്കാൻ പറ്റും. പിന്നെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഇത് കിഡ്നി അടിച്ചു പോണ ക്രീമല്ല, വെളുത്തിട്ട് പാറുന്ന ക്രീമല്ല. ഈ സംഭവം കണ്ണിന്റെ അവിടുത്തെ കറുപ്പ്, ചുണ്ടിന്റെ അവിടുത്തെ കറുപ്പ്, ഡാർക്ക് സ്പോട്ടുകൾ പോകുന്ന ഒരു ക്രീമാണ്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന വെളുത്തിട്ട് പാറുന്ന ക്രീം എനിക്കറിയില്ല, ഞാൻ അതല്ല ചെയ്യുന്നത്. ഓക്കെ, പിന്നെ നിങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല. നിങ്ങൾ ആരാണ് ബോധ്യപ്പെടുത്താൻ? നിങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓർഡർ ആക്കുക, ഇല്ലെങ്കിൽ നിങ്ങളുടെ പണി നോക്കിയിട്ട് പോവാം. എന്റെ ആൾക്കാര് കാസർഗോഡത്തെ പാർട്ട്ണർഷിപ്പാണ്. ഷാജി അല്ല ക്രീം ഉണ്ടാക്കുന്നത്. അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ അവരുടെ നമ്പർ തരാം, വേണമെങ്കിൽ കോൺടാക്ട് ചെയ്തിട്ട് അവരുടെ കമ്പനി കാര്യങ്ങൾ ദുബായിലൊക്കെ ഒന്ന് പോയി അന്വേഷിച്ചിട്ട് വരിക. ഓക്കെ മോനെ, എല്ലാം അന്വേഷിച്ചിട്ട് വന്നിട്ട് നീ ഓർഡർ ആക്കിയാൽ മതി. നീ ഓർഡർ ആക്കിയില്ലെങ്കിൽ എനിക്കൊരു പുല്ലുമില്ല. 10-40 ക്രീം വിറ്റായി. ആ 10-40 ആൾക്കാരെ വീണ്ടും എനിക്ക് ഓർഡർ തരുന്നുണ്ടെങ്കിൽ ആ ക്രീമിന്റെ ഗുണം കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് താനൊന്നും ഇതിലൊന്നും ഒരു ഉണ്ട ഉണ്ടാക്കാൻ പോവണ്ട. ഒരു ഉണ്ട ഉണ്ടാക്കിയാലും നടക്കില്ല. കാരണം ഇത് പിടിപാട് വേറെയാണ്. താന് ഉദ്ദേശിക്കുന്ന പരിപാടേ അല്ല. ഇത് ദുബായിത്തെ സംഭവമാണ്. ഇത് കാസർഗോട്ടുകാരാണ് ഇതിന്റെ ആൾക്കാർ. എത്രയോ വർഷങ്ങളായിട്ട് അവർക്ക് ലൈസൻസോട് കൂടി നടത്തുന്ന ഒരു സംഭവമാണ്. ഞാനൊരു യൂട്യൂബർ ആയതുകൊണ്ട് ഞാൻ അതെടുത്ത് ബിസിനസ് ചെയ്യുന്നു മാത്രം. തനിക്കിനി വേറെ എന്തെങ്കിലും അറിയണമെങ്കിൽ കാസർഗോട്ടിൽ പോവാ അന്വേഷിക്കുക, ദുബായിൽ പോവാ അന്വേഷിക്കുക. ഓക്കേടാ ചങ്ങായിയെ. പിന്നെ തന്റെ സർക്കാരിന്റെ കാര്യമൊന്നും താൻ പറയണ്ട. തന്റെ സർക്കാരിന്റെ കാര്യം എന്താണ്, നിയമങ്ങൾ എന്താണ് എനിക്ക് നന്നായിട്ട് അറിയാൻ മോനെ. ഒരു പെണ്ണിനെ തല്ലിയ കേസിൽ നിയമം ഒന്നും എടുക്കാത്ത സർക്കാരും ബാക്കിയുള്ളവരും എന്തിനാണ് ഒരു പെണ്ണിനെ സേഫ്റ്റി ഇല്ലാത്ത നാട്ടില് സർക്കാർ നിയമങ്ങളും കൊണ്ട് നടക്കുന്നത്? താൻ ക്രീമിന്റെ കാര്യം എടോ, എന്റെ ക്രീം വെച്ചിട്ട് അങ്ങനെ എത്ര ആൾക്കാരുടെ കിഡ്നി അടിച്ചു പോയി ലിസ്റ്റ് ഒന്ന് കൊണ്ടുപോടാ താന്. ഓക്കെ, താൻ വല്ലാണ്ട് പുളിത്തി ഉണ്ടാക്കണ്ട മോനെ. താൻ തന്റെ പണി നോക്കിയാൽ മതി, ഞാൻ എന്റെ പണി നോക്കും. നീ നിന്റെ പണി നോക്ക്, ഞാൻ എന്റെ പണി നോക്കും. നിനക്ക് വേണമെങ്കിൽ ഓർഡർ ആക്കുക. നിന്നെ ഞാൻ ഒരിക്കലും നിർബന്ധിക്കുന്നില്ല. നിന്റെ മക്കൾക്കോ നിന്റെ കെട്ടികൾക്കോ വേണമെങ്കിൽ ഓർഡർ ആക്കുക. ഷാജി വെളുത്തിട്ട് പാറുന്ന ക്രീം അല്ല കച്ചവടം ചെയ്യുന്നത്. അങ്ങനെ നിനക്ക് ഡീറ്റെയിൽസും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നീ കാസർഗോഡ് ജില്ലയിലേക്ക് വാ. നിനക്ക് ഞാൻ മുതലാളിമാരെ പരിചയപ്പെടുത്തി തരാം, കമ്പനി പരിചയപ്പെടുത്തി തരാം, എല്ലാം ഞാൻ പരിചയപ്പെടുത്തി തരാം. നീ എന്ത് വിചാരിച്ച് ഞാൻ വീട്ടിലുണ്ടെന്ന് മറ്റേ കുത്തിക്കാക്കിയിട്ട് ഉണ്ടാക്കണ ക്രീം എന്ന് വിചാരിച്ച പൊന്നാര മോനെ? തന്നോടൊക്കെ ഇതിന് മറുപടി തരേണ്ട ആവശ്യമില്ല. പിന്നല്ലേ ഇങ്ങനത്തെ ഓരോ കുത്തിക്കഴപ്പന്മാര് ഇറങ്ങിയിട്ടുണ്ട് കുറച്ചെണ്ണം. അതിനു വേണ്ടിയിട്ട് മറുപടി തന്നതാണ്. ജീവിക്കാൻ കഷ്ടപ്പെടുന്ന ആൾക്കാരാടോ, ജീവിക്കാൻ കഷ്ടപ്പെടുന്ന ഭർത്താക്കന്മാരില്ലാത്ത പെൺകുട്ടികളുടെ ബിസിനസ് പൊളിക്കാനായിട്ട് താനൊക്കെ ഏത് സർക്കാരാടോ? താൻ ഏത് സർക്കാർ? ഞാൻ ഏത് സർക്കാരും അല്ല, ഞാൻ ഏത് പാർട്ടിയിലും ഇല്ലാത്തവളാണ്. ഓക്കെ, എനിക്ക് അതിന്റെ പാർട്ടിന്റെ ആവശ്യമില്ല. പിന്നെ താൻ പറഞ്ഞ സർക്കാരും താൻ പറഞ്ഞ നിയമമൊന്നും ഞങ്ങൾക്കൊന്നും ചെയ്തു തരാത്ത അടുത്തോളം കാലം നിന്നെ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല മോനെ. ഓക്കെ മോനെ, സുഖല്ല നമുക്ക്? താൻ ഈ ക്രീം തേക്കേ വേണ്ട. തന്നെ പോലുള്ള മനസ്സ് ദൂഷിച്ച ജന്മങ്ങൾക്കൊന്നും ഈ ക്രീം പറഞ്ഞിട്ടേ ഇല്ല. തന്റെ മനസ്സ് കഴുകാനും വേറുള്ളതിനുള്ള ക്രീമും ഞങ്ങളുടെ അടുത്തില്ല. തന്റെ മുഖം വെളുപ്പിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല, അല്ലെങ്കിൽ തന്റെ മുഖത്തുള്ള കറുത്ത പാടുകൾ പോയിട്ട് വലിയ കാര്യമൊന്നുമില്ല. തന്റെ മനസ്സ് ദൂഷിച്ച മനസ്സായതുകൊണ്ട് തന്റെ മുഖവും വല്ലാണ്ട് വെളുക്കണ്ട, തന്റെ കുടുംബവും വല്ലാണ്ട് വെളുക്കണ്ട. ഓക്കെ, എനിക്ക് അത്രേ പറയുള്ളൂ. താൻ ഓർഡർ ആക്കും വേണ്ട, തനിക്ക് ഞാൻ ക്രീം അയക്കാനും ഉദ്ദേശിച്ചിട്ടില്ല. എനിക്ക് വേണ്ട ആൾക്കാര്, എനിക്ക് എന്റെ കസ്റ്റമർ ഇഷ്ടം പോലെ നടക്കുന്നുണ്ട്, ഇഷ്ടം പോലെ കിടക്കുന്നുണ്ട്. ഇത് കൊച്ചി, കൊയിലാണ്ടി, വേറെ എത്രയോ യൂട്യൂബേഴ്സ് ചെയ്യണ ഒരു പരിപാടി താൻ എന്നെ പൂട്ടിക്കാൻ നോക്കിയാൽ നടക്കില്ല മോനെ. അത് ഇഷ്ടം പോലെ പാലക്കാട് ഷാജി ചെയ്യുന്നുണ്ടെങ്കിൽ കൊച്ചിയിൽ വേറെ ആൾക്കാർ ചെയ്യുന്നുണ്ട്, അതുപോലെ കണ്ണൂര് വേറെ ആൾക്കാർ ചെയ്യുന്നുണ്ട്, കാസർഗോഡ് വേറെ ആൾക്കാർ ചെയ്യുന്നുണ്ട്, ദുബായിൽ വേറെ ആൾക്കാർ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഈ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് ജില്ല വരെ ഓരോ ആൾക്കാർ ഓരോ യൂട്യൂബേഴ്സ് ചെയ്യണ്ടട മോനെ. നീ എല്ലാവരുടെയും പോയിട്ടൊന്ന് പിടിക്കണം മോനെ. ഓക്കെ, യൂത്ത് ഫേസ് വൈസ അങ്ങനെ കുറെ ക്രീം ഈ ലോകത്ത് ഇറക്കിയിട്ടുണ്ടടാ. അവരുടെയൊക്കെ ഒന്ന് പോയി പിടിക്കണം മോനെ. കിഡ്നി അടിച്ചു പോണെങ്കിൽ തന്റെ കിഡ്നിക്ക് സേഫ്റ്റി വേണമെങ്കിൽ താൻ എടുത്ത് വെച്ചോടാ. എന്റെ ഈ ക്രീം വെച്ചിട്ട് തന്റെ കിഡ്നി അടിച്ചു പോണ്ട, കുറച്ചു കാലം കൂടി ജീവിക്കാനുള്ളതല്ലേ. അതുകൊണ്ട് താൻ ക്രീം തേക്കണ്ട. പിന്നെ വെളുത്തിട്ട് പാറുന്ന ക്രീം നീ വേറെയുള്ള ആൾക്കാരുടെ കണ്ടിട്ടാവും. ഇത് വെളുത്തിട്ട് പാറുന്ന ക്രീം അല്ല. ഷാജി പറയേണ്ട ഡാർക്ക് സ്പോട്ട് വേറുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ തനിക്ക് ഗ്യാരണ്ടി തരേണ്ട ആവശ്യമില്ലടാ. ഞാൻ ക്രീം വിറ്റവർക്ക് ഗ്യാരണ്ടി നന്നായിട്ട് കൊടുത്തിട്ടുണ്ടാ. തന്നെ പോലുള്ളവന്മാർക്ക് ഞാൻ ക്രീം വിൽക്കാൻ ഉദ്ദേശിക്കുന്നില്ലടാ മോനെ. ഓക്കെ, തന്റെ ബിസിനസ് എനിക്ക് വേണ്ടടാ. കണ്ടില്ലേ, ഇങ്ങനെയാണ് ഷാജി എന്നോട് പ്രതികരിച്ചത്. ഞാൻ അവരോട് ചോദിച്ചത് ഇത്ര മാത്രമായിരുന്നു: നിങ്ങളുടെ ഈ ക്രീം വാങ്ങി ഉപയോഗിച്ചാൽ ഏതെങ്കിലും തരത്തിലുള്ള പാർശ്വഫലങ്ങൾ ഉണ്ടാകുമോ? അങ്ങനെ ഉണ്ടായാൽ അവരുടെ ചികിത്സ നിങ്ങൾ ഏറ്റെടുക്കുമോ? അതുമല്ലെങ്കിൽ കുറഞ്ഞപക്ഷം നിങ്ങൾ ആ പണം അവർക്ക് തിരികെ കൊടുക്കാൻ തയ്യാറാകുമോ? തുടങ്ങിയ ചോദ്യങ്ങളാണ് ഞാൻ അവരോട് ചോദിച്ചത്. അതോടൊപ്പം തന്നെ നമ്മുടെ നാട്ടിൽ ഇത്തരത്തിലുള്ള ക്രീമുകളുടെ വിൽപ്പനയും ഉപയോഗവും തകൃതിയായി നടക്കുന്നുണ്ടെന്നും ഇത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നും അതുകൊണ്ട് സർക്കാരും ആരോഗ്യ വകുപ്പും വേണ്ട ഇടപെടൽ നടത്തണമെന്നൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ട്
മിംസ് ഹോസ്പിറ്റലിന്റെ നേതൃത്വത്തിൽ നടത്തിയ ഒരു അന്വേഷണത്തിൽ കിട്ടിയ റിപ്പോർട്ട് അവർ സർക്കാരിന് മുമ്പാകെ സമർപ്പിച്ചിട്ടുള്ള വാർത്തകളൊക്കെ നമ്മുടെ നാട്ടിൽ നിൽക്കുന്നുണ്ട്. ആ അവസരത്തിലാണ്, അതിന്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് നിങ്ങളെപ്പോലെയുള്ളവർ ഇത്തരത്തിലുള്ള ബിസിനസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇത് സുതാര്യമാണോ, ഇതിനകത്ത് ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടോ, ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന പദാർത്ഥങ്ങളെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും ധാരണയുണ്ടോ തുടങ്ങിയ ചോദ്യങ്ങളാണ് ഞാൻ ഷാജിയോട് ചോദിച്ചത്. പക്ഷെ അവരെന്നോട് തട്ടിക്കയറിയും എന്നെ വെല്ലുവിളിച്ചും മോശമായ പദപ്രയോഗങ്ങൾ ഉപയോഗിച്ചൊക്കെയാണ് എന്നോട് മറുപടി പറഞ്ഞത്. അതിൽ നിന്ന് തന്നെ തീർച്ചയായും ഇത് എന്തോ ഒളിച്ചു കടത്തുന്നുണ്ട്, എന്തോ മറച്ചു പിടിക്കുന്നുണ്ട്, ഇതിന് പിന്നിൽ ഏതോ ഒരു ശക്തി പ്രവർത്തിക്കുന്നുണ്ട് എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും. കാരണം ഇത്തരം ക്രീമുകളിൽ ഭൂരിഭാഗവും ദുബായ് വഴിയാണ് നമ്മുടെ നാട്ടിലേക്ക് എത്തുന്നത്. ദുബായിൽ എത്തുന്നതാകട്ടെ പാകിസ്ഥാനിൽ നിന്നും ഇന്തോനേഷ്യയിൽ നിന്നുമൊക്കെയാണ്. വളരെ കൂടുതലായി വരുന്നത് പാകിസ്ഥാനിൽ നിന്നാണ്. ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്തിട്ടുള്ളവർക്ക് ഇതൊക്കെ വളരെ പെട്ടെന്ന് തന്നെ മനസ്സിലാവും. അതുകൊണ്ട് ഷാജിയെ പോലെയുള്ളവരെ കരുവാക്കി അല്ലെങ്കിൽ മുമ്പിൽ നിർത്തി വിറ്റഴിക്കപ്പെടുന്ന ഇത്തരം ക്രീമുകളുടെ ഉത്ഭവം പാകിസ്ഥാൻ അടക്കമുള്ള രാജ്യങ്ങളാണോ എന്നുള്ളത് വേണ്ടപ്പെട്ടവർ അന്വേഷണം നടത്തി കണ്ടെത്തേണ്ടതാണ്. എനിക്ക് ഷാജിയോട് വ്യക്തിപരമായ എതിർപ്പോ ഏതെങ്കിലും തരത്തിലുള്ള ശത്രുതയോ അങ്ങനെ ഒന്നുമില്ല. സ്വന്തം മുഖവും പേരും വെച്ച് ഷാജി വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്ന ഒരു ഉൽപ്പന്നത്തെക്കുറിച്ച്, ഒരു ബ്യൂട്ടി ക്രീമിനെ കുറിച്ച് വർത്തമാനകാല സാഹചര്യത്തിൽ നിലനിൽക്കുന്ന സംശയങ്ങളെ ആസ്പദമാക്കി ഒരാൾ ഒരു കമന്റ് ഇടുമ്പോൾ അതിന് കൊടുക്കുന്ന മറുപടിയും അതുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ ചോദിച്ച എന്നോടും വളരെ മോശമായ ഭാഷയിൽ സംസാരിക്കുകയും തട്ടിക്കയറുകയുമൊക്കെ ചെയ്ത അവരുടെ ആ ശൈലിയെ തുറന്നു കാണിക്കുക എന്ന ലക്ഷ്യത്തിലാണ് ഞാനും ഇത്തരം ഒരു വീഡിയോ ചെയ്യാൻ നിർബന്ധിതനായത്. അല്ലാതെ ജീവിക്കാൻ വലിയ പ്രതിസന്ധി നേരിടുന്ന ആ സ്ത്രീയെയും ആ കുടുംബത്തെയും ഏതെങ്കിലും തരത്തിൽ ഉപദ്രവിക്കാനോ അവരെ മോശപ്പെടുത്താനോ എനിക്കൊരു ഉദ്ദേശവുമില്ല. ഇനി ഷാജിയോട് എനിക്ക് പറയാനുള്ളത്, ജയറാമും അഭിരാമിയും നായികന്മാരായി അഭിനയിച്ച ഞങ്ങൾ സന്തുഷ്ടരാണെന്നൊരു സിനിമയുണ്ട്. അതിലൊരു പാട്ടുണ്ട്. ആ പാട്ടിലെ 2 വരികൾ ഇങ്ങനെയാണ്: ഊട്ടിയിൽ പോയി പഠിച്ചാലും നാട്ടുനടപ്പ് മറക്കാമോ, മാനത്ത് പൊന്തി പറന്നാലും മണ്ണിനെ വിട്ട് കളിക്കാമോ. യൂട്യൂബിൽ 2 ലക്ഷത്തിലധികം ഫോളോവേഴ്സും വീഡിയോസിനെല്ലാം ലക്ഷോപലക്ഷം കാഴ്ചക്കാരുമായതാണ് ഷാജിയിൽ ഈ മാറ്റമെങ്കിൽ, ഈ ആറ്റിറ്റ്യൂഡെങ്കിൽ, ഈ സമീപനമെങ്കിൽ, ആളുകളോടെല്ലാം ധിക്കാരത്തോടു കൂടിയും മര്യാദയില്ലാതെയും പെരുമാറാൻ ഷാജിയെ പഠിപ്പിച്ചതും മാറ്റിയെടുത്തതും ഈ ഫോളോവേഴ്സും ഈ ലക്ഷോപലക്ഷം വരുന്ന കാഴ്ചക്കാരുമാണെങ്കിൽ ഇടയ്ക്കിടെ ഷാജി വന്ന വഴിയെക്കുറിച്ച് ഓർക്കുന്നത് നല്ലതായിരിക്കും. പറ്റുമെങ്കിൽ ഇടയ്ക്കൊക്കെ ഒന്ന് പിന്തിരിഞ്ഞു നോക്കി പഴയകാല ഓർമ്മകൾ അയവിറക്കുന്നതും നല്ലതായിരിക്കും.